യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പത്രോസ് വെള്ളത്തിലൂടെ നടക്കാൻ ശ്രമിക്കുകയും അവിശ്വാസത്താൽ താണുപോവുകയും ചെയ്തപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവനെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ എന്നാണ്. യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുകയാണ്. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇവിടെ കർത്താവ് ചെയ്ത ഒരു കാര്യമുണ്ട്. ജനങ്ങളെ പറഞ്ഞയച്ചു, തന്റെ ശിഷ്യന്മാരെയും പറഞ്ഞയച്ചു. അതിനുശേഷം യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. യോഹന്നാൻ സ്നാപകന്റെ മരണം കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. യേശുവിന് ദൈവത്തോട് അല്പം കാര്യം സംസാരിക്കുവാനുണ്ട്, പ്രാർത്ഥിക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഏകാന്ത സ്ഥലത്തേക്ക് വന്നത്. പക്ഷെ യേശു അവിടെ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളെല്ലാം കൂടെ വട്ടം കൂടി. അതുകൊണ്ട് പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു. അവരുടെ രോഗികളെ സൗഖ്യമാക്കുകയും അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെയും പറഞ്ഞയച്ചു, ജനത്തെയും പറഞ്ഞയച്ചു. അല്പം സ്വസ്ഥത കിട്ടുകയാണ്. എത്രയും വേഗം തനിക്ക് അല്പസമയം പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശു ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നയാളാണ്. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയത്, യേശു ജനത്തോട് സംസാരിക്കുന്നതിന് മുമ്പായി തന്നെ ദൈവത്തോട് സംസാരിക്കുമായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ യേശു ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ജനത്തോട് സംസാരിക്കുകയുള്ളൂ. അത് ശരിയാണ്. പ്രാർത്ഥനയുടെ വില അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളമെന്ന് മറ്റാരേക്കാളും അധികം യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമായിരുന്നു. സമയം കിട്ടിയില്ലെങ്കിൽ സമയം ഉണ്ടാക്കിയാണെങ്കിലും പോകുമായിരുന്നു. കർത്താവിനെ ഇവിടെ അല്പസമയം തനിച്ചിരിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. അതിന് ഈ ജനം ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരിവിടെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. മാത്രമല്ല, ശിഷ്യന്മാരിങ്ങനെ പടകിൽ കയറി പോകുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് യേശുവും കൂടെ കാണും. ശിഷ്യന്മാരെ മറുകര എത്തുമ്പോഴേക്കും ഇവരും അവിടെ എത്തും. അങ്ങനെ ശിഷ്യന്മാര് പോകുന്ന കണ്ടാൽ യേശു കൂടെ പോയി എന്ന് ധരിച്ച് ജനങ്ങളെ പിരിഞ്ഞു പോകുവാനും ഇടയായിത്തീരും. ഈ കാര്യങ്ങളെല്ലാം കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ ആദ്യമായിട്ട് പറഞ്ഞുവിടുന്നത്. മാത്രമല്ല, ഇവിടെ ജനത്തെയും പറഞ്ഞു വിട്ടു. അതിനുശേഷം യേശു തനിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലമേൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അങ്ങനെ വൈകിട്ട് ഏകാന്തമായിട്ടിരുന്ന് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അങ്ങനെ ഇരിക്കുകയാണ്. രാത്രി മുഴുവൻ വരെ പടക് ഓടിക്കുകയാണ്. ഗലീല കടല് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കടലൊന്നുമല്ല. പരമാവധി വീതി എന്ന് പറഞ്ഞത് 8 മൈലാണ്. ഇവരെ നിൽക്കുന്ന സ്ഥലത്തെ അതിലും കുറവായിരിക്കാനും സാധ്യതയുണ്ട്. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഈ ഗലീല കടലിന്റെ ഒരു പ്രത്യേകത ഏതാണ്? വിശേഷിച്ചൊരു കാരണവും കൂടാതെ കാറ്റും കോളും ഉണ്ടാകും. പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറും. ഇവരെ നടുക്കടലിൽ ആയി കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് പ്രതികൂലമായി, വലിയ തിരകളൊക്കെ ഉണ്ടായി. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. ഇവിടെ ശിഷ്യന്മാർ സഞ്ചരിക്കുന്ന വള്ളം മുങ്ങുന്ന സ്ഥിതിയിലായിരിക്കുകയാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. പക്ഷേ 4-ാം യാമമായപ്പോൾ കർത്താവ് കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. 4-ാം യാമം എന്ന് പറഞ്ഞാൽ രാത്രിയെ 4ആയിട്ട് തിരിക്കും. നമ്മുടെയൊക്കെ സമയം വെച്ച് പറഞ്ഞാല് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 മണി വരെ 3-ാമത്തെ യാമം, 3 മണി മുതൽ നേരം വെളുക്കുന്നത് വരെയുള്ള 6 മണി വരെയുള്ള സമയം 4-ാം യാമം. അപ്പോൾ കർത്താവ് അവരുടെ അടുക്കലെത്തുന്നത് 4-ാം യാമത്തിലാണ്. അതായത് 3 മണി കഴിഞ്ഞാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപക്ഷെ നേരം വെളുക്കാറായിരിക്കാം. ആ സമയത്താണ് യേശു അവരുടെ അടുക്കലെത്തുന്നത്. യേശുവിനെ വരാൻ വേണ്ടി അവിടെ പടകൊന്നുമില്ല. സാധാരണഗതിയിൽ യേശു പടകിലാണ് സഞ്ചരിക്കുക. എന്നാൽ ഇവിടെ യേശു ഇപ്പോൾ സഞ്ചരിക്കുന്നത് പടകിലല്ല. യേശു വെള്ളത്തിന്മീതെ നടക്കുകയാണ്. ഈ വെള്ളത്തിന്മീതെ നടക്കുന്നു എന്നതിനെക്കുറിച്ചും കുറെ ദുർവ്യാഖ്യാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങ് പഠിച്ചാൽ മതി ഇത്. യേശു വെള്ളത്തിന്റെ മീതെ നടന്നു എന്ന് പറഞ്ഞാൽ നടന്നു. അതിൽ കവിഞ്ഞ ഒരു വ്യാഖ്യാനം അവിടെ ആവശ്യമില്ല. പക്ഷെ ബൈബിള് നേരെ ചൊവ്വേ വിശ്വസിക്കാൻ വയ്യാത്തവർക്ക് വ്യാഖ്യാനിക്കാതെ പറ്റില്ലല്ലോ. ഇതിനെന്തെങ്കിലും ഒരു വ്യാഖ്യാനം കണ്ടില്ലെങ്കിൽ ശാസ്ത്രത്തിനെതിരല്ലേ ഈ സംഭവിക്കുന്നത്. ഒരു മനുഷ്യനും വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഭാരമുണ്ട്. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നാൽ നമ്മൾ താണുപോയേ മതിയാകൂ. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നാൽ താണുപോകും എന്നതിന് സംശയമൊന്നും തന്നെ ഇല്ല. പക്ഷെ യേശു ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് താണു പോകാതിരിക്കുന്നത്.
അത് നേരെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. രാത്രിയിലെ 4 യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു, അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, 25-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും അവൻ കടലിന്മേൽ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ പുസ്തകത്തിൽ അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഈ ഭാഗം അതിന്റെ ഒറിജിനൽ ഗ്രീക്കിൽ നോക്കിയാൽ രണ്ടും രണ്ട് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. കടലിന്റെ മീതെ നടന്നു എന്ന് പറഞ്ഞാൽ കടലിൽ കൂടെ നടന്നു എന്നും കടലിന്റെ മുകളിൽ കൂടെ നടന്നു എന്നും അർത്ഥം വരുന്ന രണ്ട് രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വചനപണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ പറയും, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ഭുതമൊന്നും നടന്നിട്ടില്ല. കർത്താവ് ആദ്യം ഈ ശിഷ്യന്മാര് ചെല്ലാൻ പോകുന്ന മറുകരയിൽ നിൽക്കുകയായിരുന്നു. കർത്താവ് വേറെ ഏതോ വഴിയോട് അവിടെ ചെന്നിരുന്നു. മാത്രമല്ല ശിഷ്യന്മാര് തുഴഞ്ഞു കരയോട് അടുത്ത് കഴിഞ്ഞിരുന്നു. രാത്രിയായതുകൊണ്ട് അവർക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല, എവിടം വരെ തുഴഞ്ഞു എന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ അവർ കരയ്ക്ക് അടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ നല്ല കാറ്റും കോളും ഒക്കെ എവിടെയുണ്ട്. തങ്ങളിപ്പം മുങ്ങിച്ചാകുമെന്നാണ് അവർ ചിന്തിക്കുന്നത്, നടുക്കടലിലാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാലേ കരയോട് വളരെ അടുത്തും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവ് ചെയ്തത്, കർത്താവ് കരയ്ക്ക് നിൽക്കുകയാണ്. ആ കരയുടെ ഓരത്തൂടി, കടലിന്റെ തീരത്തൂടി കർത്താവ് നടന്നു എന്നാണ് ആദ്യം പറയുന്നത്. പിന്നീട് ശിഷ്യന്മാര് ഭയപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആഴം കുറഞ്ഞ ഭാഗമാണല്ലോ കടലിന്റെ തീരത്തുള്ളത്. അതുവഴി നടന്നു വന്നു, പടകിലേക്ക് കയറി എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഗ്രീക്കിൽ അവിടെ ചെറിയ വ്യത്യാസമുണ്ട് എന്നത് ശരി തന്നെയാണ്. കടൽ മീതെ നടന്നു എന്നോ വെള്ളത്തിൽ കൂടി നടന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു കടലിന്റെ മീതെ കൂടെ നടന്നു, വെള്ളത്തിന് മുകളിലൂടെ നടന്നു, അതായത് വെള്ളത്തിലൂടെ നടന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇവര് പറയുന്നത് പോലെ കരയിലൂടെ നടന്നു, പിന്നീട് വെള്ളത്തിൽ കൂടെ നടന്നു, അതായത് ആഴം കുറഞ്ഞിടത്തൂടെ നടന്നു എന്നൊക്കെയല്ല അർത്ഥം. ഇത് അത്ഭുതം തന്നെയാണ് നടന്നത്. അങ്ങനെ കർത്താവ് നടന്നു വന്ന സമയത്ത് ശിഷ്യന്മാർ നോക്കിയപ്പോൾ അതാ ഒരാൾ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വരുന്നു. തികച്ചും അസാധ്യമായ കാര്യമാണ്. നാമൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ കടലിന്റെ മുകളിൽ കൂടെ നടന്ന വെള്ളത്തിൽ താണു പോകേണ്ടതാണ്. പക്ഷേ യേശു കടലിന്റെ മുകളിൽ കൂടെ നടന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്, അസാധ്യമായ കാര്യമാണ്. യേശു ദൈവമായതുകൊണ്ട് മാത്രം അത് സംഭവിച്ചതാണ്. എന്നാൽ യേശു ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു വരുമെന്നൊക്കെ വിശ്വസിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം, ഭൂതമാണ് ഈ വരുന്നതെന്നാണ് അവർ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. പക്ഷെ സർവശക്തനായ ദൈവത്തിന് വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതേസമയം തന്നെ ഭൂതത്തിന് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് അത്യന്തം വിചിത്രമായ ഒരു കാര്യമാണ്. ദൈവത്തെക്കാളും ശക്തിയുള്ളതാണ് ഭൂതം എന്നാണോ ഇവർ വിശ്വസിക്കുന്നത്? കർത്താവ് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ നേരിൽ കണ്ടിട്ടും ഇവർക്ക് കർത്താവിനെ കടന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജീവനുള്ള ദൈവം, സകലത്തെ സൃഷ്ടിച്ച ദൈവം, സർവശക്തനായ ദൈവം, അങ്ങനെയുള്ള കർത്താവിന് വെള്ളത്തിലൂടെ നടക്കാൻ പറ്റില്ല എന്നും അല്പം മാത്രം കഴിവുള്ളതായ ഭൂതങ്ങൾക്ക് നടക്കാമെന്നും വിശ്വസിക്കുന്ന അവസ്ഥയിലാണ് അന്നത്തെ ശിഷ്യന്മാർ. ഇന്നത്തെ ശിഷ്യന്മാരും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതായാലും അവർ യേശുവിനെ കണ്ടിട്ട് ഭൂതമാണ് എന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. മറ്റു സുവിശേഷങ്ങളിൽ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. വരുന്നത് ഭൂതമാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു മറുപടി പറഞ്ഞു, വന്ന് എന്നെ തൊട്ടുനോക്കുക, ഭൂതത്തിന് ശരീരമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭൂതമാണ് എന്നിവർ ധരിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു ഭൂതത്തിന് ശരീരമൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്നെ ഒന്ന് തൊട്ടുനോക്ക്. അപ്പോൾ കർത്താവ് അവിടെ വേറൊരു സത്യം പറയുകയാണ്, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരമുള്ള ജീവികളല്ല. കാരണം അശുദ്ധ ആത്മാക്കളാണിത്. ആത്മാവ് മാത്രമേ ഉള്ളൂ, ശരീരമില്ല. ശരീരമില്ലാത്തത് കൊണ്ടാണ് ഭൂതങ്ങൾക്ക് മറ്റുള്ളവരുടെ ശരീരത്തിൽ കടക്കാൻ കഴിയുന്നത്. നമുക്കാർക്കെങ്കിലും മറ്റൊരാളുടെ ശരീരത്തിനുള്ളിൽ കയറാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നമുക്കൊരു ശരീരമുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് ശരീരത്തിലേക്ക് കടക്കുവാൻ കഴിയും, കയറുവാൻ കഴിയും. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ശരീരമുള്ളവനാണ്, അതിൽ നിന്ന് തന്നെ ഞാൻ ഭൂതമല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുകയും ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇത്രയും വരെ നല്ല കാര്യമാണ് നടന്നത്. പക്ഷെ പത്രോസിന്റെ തനി സ്വരൂപം വെളിപ്പെടുന്നത് ഇപ്പോഴാണ്. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിൽ മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പത്രോസിന് നല്ല ഒരു ആശയം തോന്നുക, ഈ വരുന്നത് കർത്താവായ യേശുക്രിസ്തു ആണെങ്കിൽ ഇത് തന്നെ തരം വെള്ളത്തിന് മുകളിൽ കൂടെ ഒന്ന് നടന്നു നോക്കാമെന്നാണ് പത്രോസ് ചിന്തിക്കുന്നത്. പത്രോസ് പറഞ്ഞു, കർത്താവേ നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം.
പത്രോസ് ഇങ്ങനെയാണ്, എല്ലാ കാലത്തും എടുത്തുചാട്ടമാണ്. യേശുവിനെ പിടിക്കാൻ ചെല്ലു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ വാളെടുത്ത് വെട്ടി ഒരുത്തനെ ചെവി കണ്ടിച്ചു. എന്നാ വെട്ടുന്നെങ്കിൽ ചൊവ്വ വെട്ടണ്ടേ, അതോട്ട് അറിയത്തുമില്ല. ധൃതി വെട്ടും, പക്ഷെ ചൊവ്വ നേരെ വെട്ടാനോട്ട് അറിയത്തുമില്ല. തല വെട്ടേണ്ടതിന് വരം ചെവി വെട്ടുന്ന പാർട്ടി. പക്ഷെ ചിന്തയൊന്നും കൂടാതെ ചാടി ഇറങ്ങും, വെട്ടണമെങ്കിൽ വെട്ടും. കർത്താവാണെന്ന് കേട്ടപ്പോൾ തുണിയെടുത്ത് അരക്കി ചുറ്റി വെള്ളത്തിൽ ചാടിയ പാർട്ടിയാണ് ഈ പത്രോസ്. എല്ലാവരും എന്നെ തള്ളിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ തള്ളിക്കളയത്തില്ല എന്ന്. അങ്ങനെ എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ, സാഹചര്യമൊന്നും തന്നെ നോക്കാതെ ചാടിക്കേറി വല്ലവും പറയുകയും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പത്രോസ്. ഇങ്ങനെ പലപ്പോഴും ചാടിക്കേറി പറയുന്നത് കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട്, ദോഷവും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ദൈവം പത്രോസിനെ തിരഞ്ഞെടുത്തു എന്നത് അത്ഭുതകരമായ കാര്യമാണ്. വളരെ ശാന്തമായിട്ട് ആലോചിച്ച് മറുപടി പറയുന്ന നിരവധി പേര് ആ പാലസ്തീൻ നാട്ടിൽ ഉണ്ടായിരുന്നിരിക്കാം ആ കാലത്തും. പക്ഷെ കർത്താവ് അവരെയൊന്നുമല്ല തിരഞ്ഞെടുത്തത്, പത്രോസിനെ പോലുള്ളവരെയും തിരഞ്ഞെടുത്തു. പത്രോസെ കർത്താവിനോട് പറഞ്ഞു, നീയാണെങ്കിൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് എന്നോട് കൽപ്പിക്കാൻ പറഞ്ഞു, വരിക എന്ന് അവൻ പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ശരി, നീങ്ങി പോരെ. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. അപ്പൊ കർത്താവ് നടക്കുന്ന പോലെ തന്നെ ഇവനും നടക്കുകയാണ്, ഒരു കുഴപ്പമില്ല. കർത്താവ് പറഞ്ഞു, നീ വാന്ന് പറഞ്ഞു. ഇവൻ ഇറങ്ങി നടക്കുകയാണ് വെള്ളത്തിന്റെ മുകളിലൂടെ. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അവൻ പേടിക്കാതെ കുറെ ദൂരം നടന്ന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. ചുറ്റുപാടിലേക്ക് നോക്കിയപ്പോൾ കാറ്റും കോളും ഒക്കെ കണ്ടു ഭയപ്പെട്ടു പോയി വെള്ളത്തിൽ താഴാൻ തുടങ്ങി. ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ താഴുന്ന പ്രശ്നം ഉദിക്കിയില്ലായിരുന്നു. എന്നാൽ ഇവൻ ഭയപ്പെട്ടു, വെള്ളത്തിൽ താഴാൻ തുടങ്ങി. ഉടനെ ഇവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക, പലപ്പോഴും നാം ഈ പരാജയപ്പെടുന്നത്, അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്, ഊരാക്കുരുക്കുകളിലൊക്കെ ആകുന്നത് നമ്മുടെ അവിശ്വാസം നിമിത്തമാണ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ നമുക്കിതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇതേപ്പറ്റി പറയുമ്പോൾ സാധാരണ ഞാണിന്മേൽ കളി എന്ന് പറയുന്ന കാര്യം എന്റെ ഓർമ്മയിൽ വരാറുണ്ട്. നിങ്ങളെ സർക്കസുകാരും മറ്റും കാണിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. 2 തൂണുകൾ നാട്ടു നിർത്തി അതിൽ കമ്പി ബന്ധിക്കും. എന്നിട്ട് സർക്കസുകാരൻ ആ കമ്പിയുടെ മുകളിലൂടെ നടക്കും. സാധാരണഗതിയിൽ നിലത്തുകൂടി നടന്നാല് നമ്മൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഇതേ ഉയർത്തിക്കെട്ടിയതായ കമ്പിയിലൂടെയാണ് ഇവ നടക്കുന്നത്. ബാലൻസ് ക്രമീകരിക്കുവാൻ ആവശ്യമായ വടിയോ കൊടയോ വല്ലോ ഇവന്റെ കാണുമെന്ന് മാത്രം. ഇത് കണ്ടുകൊണ്ടേ താഴെ നിൽക്കുന്നവരായ നമ്മൾ എന്തെല്ലാം കോലാഹലമുണ്ടാക്കിയാലും ആ ദേശത്ത് അവിടെ എന്തൊക്കെ നടന്നാലും അവൻ അങ്ങോട്ടെങ്ങും നോക്കത്തില്ല. അവനൊരു ലക്ഷ്യമുണ്ട്, മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെയാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ടൊരു ഗുണമുണ്ട്, താഴെ വീഴാതെ അങ്ങ് ചെന്നു പറ്റാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതുപോലെയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിനെ നോക്കുക. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനെ സൂക്ഷിച്ചു നോക്കാൻ എബ്രായ ലേഖനക്കാരും പറയുന്നു. അങ്ങനെ കർത്താവായ യേശുവിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാനിടയാകുകയില്ല, പ്രതിബന്ധങ്ങൾ കണ്ട് ഭയപ്പെടുവാനിടയാകുകയില്ല, നമുക്ക് പരാജയമുണ്ടാകുവാനിടയാകത്തില്ല. പക്ഷേ നമുക്ക് അവിശ്വാസമാണുള്ളത്, നമുക്ക് വിശ്വാസം അല്ലുള്ളത്. പലപ്പോഴും കാറ്റും കോളും കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. നിന്റെ തല വെട്ടും എന്ന് ഇസബേൽ പറഞ്ഞപ്പോൾ ഏലിയാവ് ഭയപ്പെട്ടു പോയി, അവൻ ജീവനും കൊണ്ട് ഓടിപ്പോയി. കർത്താവിനോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെട്ട് നിന്നാൽ മതിയാകുമായിരുന്നെങ്കിലും ഏലിയാവിന് അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അവൻ ഭയപ്പെട്ടു പോയി. കാറ്റും കോളും കാണുമ്പോൾ നാം ഇങ്ങനെ പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അല്പവിശ്വാസിയെ നീ എന്തിനാണ് ഭയപ്പെട്ടത്, അതുകൊണ്ടല്ലേ നീ മുങ്ങിപ്പോയത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവനെ കൈനീട്ടി പിടിച്ചു. അതല്ലാതെ നീ ഭയപ്പെട്ടു പോയോ, നീ മുങ്ങിപ്പോയോ, എന്നാ അങ്ങോട്ട് പോട്ടെ, നിന്നെപ്പോലുള്ള അവിശ്വാസിയെ എനിക്ക് വേണ്ട എന്നല്ല കർത്താവ് പറഞ്ഞത്. പത്രോസിന്റെ അവിശ്വാസത്തിന് പോലും സഹായം ചെയ്യുന്നവനായ ദൈവം, അതേ അത്ഭുതകരമായ കാര്യമാണ്. അങ്ങനെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു അവിശ്വാസം വരുമ്പോൾ, ചെറിയൊരു അവിശ്വസ്തത വരുമ്പോൾ നമ്മെ കൈവിടുന്ന ദൈവമായിരുന്നു യേശു.